നമസ്തേ മിത്രങ്ങളെ. നമ്മളിൽ പലരും നിരന്തരം പറയുന്നതാണ്, സമയമില്ല, ഒന്നിനും സമയമില്ല. ഒരല്പനേരം ദേവീനാമം ജപിക്കണമെന്നുണ്ട്, ദേവിയുടെ അനുഗ്രഹം കരഗതമാക്കണമെന്നുണ്ട്. എന്നാൽ ഒന്നിനും സമയം തികയുന്നില്ല. ജീവിതത്തിലെ ഓരോ പരക്കം പാച്ചിലിനിടയ്ക്ക് എവിടെയാ സമയം? ഇനിയും എല്ലാ ജോലിയും ഒന്ന് തീർത്തു വരുമ്പോഴേക്കും പാതിരാവെത്തിയിരിക്കും. പിന്നെ അതുവരെ എടുത്ത പണിയുടെ ക്ഷീണം ശരീരത്തെ ബാധിക്കുന്ന നിമിത്തം നാളത്തേക്കാട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് പല കർമ്മങ്ങളും നമ്മൾ മാറ്റിവെക്കുകയും ചെയ്യും. അവനവന് ഗുണപ്രദമെന്ന് തോന്നുന്നതും ലൗകികപരമായ സുഖഭോഗങ്ങൾ ലഭിക്കുന്നതുമായ കർമ്മങ്ങൾ പലപ്പോഴും നമ്മൾ മാറ്റിവെക്കാറില്ല. എന്നാൽ നാമജപമോ ക്ഷേത്ര ദർശനമോ ഒക്കെ പിന്നീടാട്ടെ എന്ന് മാറ്റിവെക്കും. കാരണം ആരും നമ്മളെ വഴക്ക് പറയില്ല, ആരുടെയും പരിഭവം കാണേണ്ടതുമില്ല. കാരണം ക്ഷേത്രത്തിലേക്ക് ചെന്നാലും ചെന്നില്ലെങ്കിലും ഭഗവതിക്ക് പരിഭവമൊന്നുമില്ല എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുന്നു. ഒരു ദിനം നാമം ജപിച്ചില്ലെങ്കിലും ഭഗവതിയെ ഒന്ന് സ്മരിച്ചില്ലെങ്കിലും എന്നെ ഞാനാക്കുന്ന ആ സർവേശ്വരിയെ പറ്റി ചിന്തിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്നു. എന്നാൽ ഒരു സങ്കടങ്ങളും സന്താപങ്ങളും പേമാരി കണക്കി നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ അതുവരെ മാറ്റിവെച്ചിരുന്ന എല്ലാ ഒഴിവുകിഴിവുകളെയും മാറ്റിയിട്ട് വളരെ വേഗത്തിൽ ദേവൻ്റെയോ ദേവിയുടെ അരികിലേക്ക് എത്തി ശരണാഗതരായി നിലവിളിക്കും. അപ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ മാത്രം ആശ്രയിക്കേണ്ട സങ്കേതങ്ങളായി പലപ്പോഴും നമ്മൾ ക്ഷേത്രങ്ങളെയും ചെയ്യേണ്ട കർമ്മങ്ങളായി നാമജപത്തെയും അല്ലെങ്കിൽ ഈശ്വര സ്മരണയും കാണുന്നു. ഇതൊക്കെ പറയുമ്പോഴും സമയം ഒന്നിനും തികയുന്നില്ല എന്നുള്ളതെന്ന ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ദേവിയെ ഒന്ന് സ്മരിക്കണം, പക്ഷെ ദേവി മഹാത്മ്യം പരിപൂർണമായി ജപിക്കുവാനുള്ള സമയമില്ല. എന്തു ചെയ്യും? പരിഹാരമുണ്ട്. എനിക്ക് ദേവിയെ നിരന്തരം ഒന്ന് സ്മരിക്കണമെന്ന് ചിന്തിക്കുന്നത് പോലും പൂർവ്വജന്മാർജിത സുഹൃതമാണ്. കാരണം ഈ ജന്മത്തെ ദേവിയുടെ നാമം ഒന്ന് ജപിക്കാൻ കഴിയുന്നുവെങ്കിൽ, ആരെങ്കിലും ജപിക്കുന്നതൊന്ന് കേൾക്കാൻ കഴിയുന്നത് പോലും പൂർവ്വജന്മാർജിതമായ സുഹൃതമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കലികാലത്തിൽ എനിക്ക് ദേവിയെ ഒന്ന് നിരന്തരം സ്തുതിക്കണം, ഒന്ന് സ്മരിക്കണം എന്നൊരു ചിന്ത വരുന്നത് തന്നെ വളരെ ഉത്തമകരമായിട്ടുള്ളതാണ്. എന്നാൽ സമയമില്ല എന്ന് ചിന്തിക്കുന്നവർക്കായിട്ടുള്ള പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ ലക്ഷ്യം. ദേവി മഹാത്മ്യം പൂർണ്ണമായി പാരായണം ചെയ്ത ഫലമാണത്രേ ദേവി സപ്ത ശ്ലോകി മന്ത്രജപത്തിലൂടെ കരഗതമാക്കുന്നത് എന്നതാണ് ആചാര്യമത്തുക്കൾ നമ്മെ ഉപദേശിക്കുന്നത്. ദേവി മഹാത്മ്യത്തിലെ ദിവ്യങ്ങളും അത്യുത്തമങ്ങളുമായ 7 മന്ത്രങ്ങളെ സപ്ത ശ്ലോകി രൂപത്തിൽ നമ്മുടെ ആചാര്യമത്തുക്കൾ നമ്മൾക്കായി ഉപദേശിച്ചു തരുന്നു. പൂർണ്ണമായി ദേവീ മഹാത്മ്യം ജപിക്കുവാൻ സമയം ലഭിക്കാത്തവർ, എന്നാൽ എല്ലാ ദിനവും ദേവീ ഭജനം നടത്തണമെന്ന് അദമ്യമായി ആഗ്രഹിക്കുന്നവർ, തങ്ങളുടെ എല്ലാ കർമ്മങ്ങൾക്കും ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും ദേവിയുടെ അനുഗ്രഹം ലഭിക്കണമെന്നും ആത്മാർത്ഥമായി ചിന്തിക്കുന്നവർ തീർച്ചയായും ഈ സപ്തശ്ലോകി ജപത്തിലൂടെ ആ ഉദ്യമത്തെ കരഗതമാക്കാവുന്നതാണ്. ഭക്തവത്സലയായ ആ ഭുവനേശ്വരിയുടെ പരാശക്തിയുടെ കൃപാകടാക്ഷം ലഭിക്കുവാൻ അത്യുത്തമമായിട്ടുള്ളതാണ് ശ്രീ ദുർഗ സപ്ത ശ്ലോകി മന്ത്രജപം. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾക്കത് ജപിക്കുവാൻ കഴിയും. എല്ലാ ദിനവും ജപിക്കുവാൻ അത്യുത്തമമായിട്ടുള്ളതാണ്. മാക്സിമം ഒരു 10 മിനിറ്റ് മതിയാകും അത് ജപിക്കുവാൻ. അത് ജപിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം കൂടി ഏകദേശം ഒന്ന് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ജപിച്ചിട്ടുള്ളതാണ് അതിലെ പല മന്ത്രങ്ങളും, ചുരുക്കം ചില മന്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ വ്യത്യസ്തങ്ങളായിട്ടുള്ളത്. നിരന്തരം സപ്തശ്ലോകി ജപിക്കുന്ന അനേകം മിത്രങ്ങളുണ്ട്. അതിലൂടെ അമ്മയുടെ അനുഗ്രഹത്തെ അവർ കരഗതമാക്കുന്നുമുണ്ട്. എങ്കിലും അറിയാത്തവർക്കായി, സമയക്കുറവ് വളരെയേറെ അനുഭവിക്കുന്നവർക്കായി, എന്നാൽ ദേവിയുടെ നാമം ഒരല്പസമയമെങ്കിലും ജപിക്കണം എന്ന് അദമ്യമായി ആഗ്രഹിക്കുന്നവർക്കായി ഇതാ ദേവി സപ്തശ്ലോകി മന്ത്രത്തെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം. ലളിതമായ രീതിയിൽ അതിൻ്റെ അർത്ഥത്തെയും പരിചയപ്പെടാം. ഓം നമ ചണ്ഡികായൈ നമഃ. ഓം ശ്രീ പരമേശ്വര്यै നമഃ. ഓം ശ്രീ ദുർഗായൈ നമഃ. ഓം ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതേഹി സ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്ധോ സ്വസ്തൈ സ്മൃതാ
മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്വദന്വാ സർവോപകാരകരണായ സദാർദ്രചിത്ത സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ ശരണാഗത ദീനാർത്ത പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തുതേ രോഗാനശേഷാനപഹംസി തുഷ്ടാ രുഷ്ട്വാ തു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാന്നം ന വിപന്നരാണ ത്വമാശ്രിതാ ഹ്യാശ്രയദം പ്രയാന്തി സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരീ ഏവമേ ത്വയാ കാര്യം അസ്മത് വൈരിവിനാശനം ഏവമേ ത്വയാ കാര്യം അസ്മത് വൈരിവിനാശനം. ഈ ദിവ്യമായ സപ്തശ്ലോകി ജപത്തിലൂടെ നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ഭക്തവത്സലയായ ജഗദമ്പേ അവിടെ നിന്ന് പൂർണ്ണമായ ജ്ഞാനത്തെ ഈ ഉള്ളവന് പ്രദാനം ചെയ്തുകൊണ്ട് മോഹത്തിൽപ്പെട്ട് ഉഴലാതെ ജീവിതത്തെ പൂർത്തീകരിക്കുവാനും അമ്മയുടെ കൃപാകടാക്ഷത്താൽ സർവ്വവിധമായ ഐശ്വര്യത്തെ അനുഭവിച്ചുകൊണ്ട് സ്വസ്ഥതയോടും ശുഭകരമായ രീതിയിലും സർവ്വവിധമായ ദാരിദ്ര്യ ദുഃഖ ഭയങ്ങളെ മറികടന്നുകൊണ്ട് അവിടുത്തെ ഈ ദാസന് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തെ ഭക്തവത്സലി അവിടെ നിന്ന് കനിഞ്ഞ് അരുളേണമേ. സർവ്വവിധമായ മംഗളങ്ങളെ പ്രദാനം ചെയ്യുന്നവളെ, മൂന്ന് ലോകത്തിനും ആശ്രയഭൂതയായി വർത്തിക്കുന്നവളെ, ത്രിമൂർത്തികൾ പോലും സർവദാ സ്മരിക്കുന്നവളെ, സർവ്വലോകത്തിനും മാതാവായി പരിലസിക്കുന്ന ഭക്തവത്സലി അവിടുത്തെ കൃപാകടാക്ഷം അനവരതം എന്നിലേക്ക് എത്തേണമേ. ശരണാഗതനായി അലയുന്ന ഈ ഉള്ളവന് പരിപൂർണമായ ആശ്രയത്തെ പ്രദാനം ചെയ്യുവാൻ സർവേശ്വരി അവിടുത്തെ തിരുവുള്ളം കനിയേണമേ. എല്ലാവിധമായ ബാധകളിൽ നിന്നും ശത്രു ഭയങ്ങളിൽ നിന്നും രോഗ ദുഃഖ ദുരിതങ്ങളിൽ നിന്നും അമ്മയുടെ കൃപാകടാക്ഷമുണ്ടെങ്കിൽ മറികടക്കുവാൻ കഴിയും എന്ന് ഈ ഉള്ളവന് പരിപൂർണമായ വിശ്വാസമുണ്ട്. ആയതിനാൽ തന്നെ മറ്റാരും ആശ്രയിക്കാനില്ലാത്തവനായ ഞാനിതാ ഭക്തവത്സലയായ പരമേശ്വരി അവിടുത്തെ പാദധാരിണകളെ ഏകമായ ആശ്രയമായി കണ്ടുകൊണ്ട് പൂജിക്കുകയാണ്, അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. അടിയനെ ഉപേക്ഷിക്കാതെ പരിപൂർണമായ ജ്ഞാനത്തെയും മുക്തിയെയും അനുഗ്രഹത്തെയും പ്രദാനം ചെയ്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത സർവ്വവിധമായ പൂർവ്വജന്മാർജിത മഹാപാപങ്ങളിൽ നിന്ന് പരിപൂർണമായ മുക്തിയെ പ്രദാനം ചെയ്ത് ഈ ശിഷ്ടജീവിതം ഐശ്വര്യകരമായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ ഭക്തവത്സലി ഭുവനേശ്വരി അവിടുത്തെ കൃപാകടാക്ഷം അടിയന് അനവരതം അനുഗ്രഹിച്ചു നൽകണമേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് ഈ മന്ത്രത്തിലൂടെ. അതുകൊണ്ട് തന്നെ ആ മന്ത്രത്തിൻ്റെ സാരം കൂടി ഒന്ന് മനസ്സിലാക്കി മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിരന്തരം ജപിച്ചുകൊള്ളൂ. സമയം കിട്ടുമ്പോഴൊക്കെ ഈ മന്ത്രം ജപിക്കുന്നത് പൂർണ്ണമായ ദേവീ മഹാത്മ്യം ജപിക്കുന്നതിന് തുല്യം തന്നെയാണ് എന്നാണ് ആചാര്യമത്തുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ പൂർണ്ണമായ ഫലം ലഭിച്ചില്ല എങ്കിലും
തീർച്ചയായും അമ്മയുടെ കൃപാകടാക്ഷം ലഭിക്കുവാൻ ഏറ്റവും അത്യുത്തമമാണ് സപ്തശ്ലോകി മന്ത്രജപം. കാരണം ദേവീ മഹാത്മ്യത്തിലെ ദിവ്യങ്ങളായിട്ടുള്ള 7 മന്ത്രങ്ങളാണ് ഇതിനായി നമ്മുടെ ആചാര്യമത്തുക്കൾ നമ്മൾക്കായി ഈ മന്ത്ര വിഭാഗത്തിൽ ഉപദേശിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ജപിക്കുന്നത് കൊണ്ട് അനവധിയായിട്ടുള്ള ഗുണങ്ങളുണ്ട്. എല്ലാവിധമായ ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും ശത്രുഭയങ്ങളും രോഗബാധകളും ഇല്ലാതാകുവാനും പരിപൂർണമായ ഐശ്വര്യത്തോടുകൂടി ജീവിതം പൂർത്തീകരിക്കുവാനും അത് വളരെ ഗുണപ്രദമായി മാറും. അതുകൊണ്ട് തന്നെ എല്ലാ മിത്രങ്ങൾക്കും ഭക്തവത്സലയായ ഭഗവതിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, എവർക്കും നമസ്കാരം.